ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയ വെയിലും മഴയൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷം പറയാം. രാവിലെ എണീറ്റപ്പോഴേ ഇന്നലെ വാങ്ങിയ പ്ലം എടുത്തു വെച്ച് പൊന്നു കഥകളി കാണിക്കുന്നു. ഇന്ന് രാവിലെ കാപ്പിക്ക് ഉപ്പുമാവാണ്. ഞാൻ ഉപ്പുമാവിന്റെ വീഡിയോ 2 പ്രാവശ്യം ഇട്ടപ്പോഴും പലരും കമന്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ റെസിപ്പിയെ കുറിച്ച്. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട പച്ചക്കറികളെല്ലാം ആദ്യം തന്നെ അരിഞ്ഞു വെച്ചു. ഇനി എന്തൊക്കെയാ ചേർക്കേണ്ടതെന്ന് വഴിയെ തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇന്നലെ വാങ്ങിയ പുതിയ പാത്രത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ അഹങ്കാരത്തിലാണ് ഞങ്ങൾ രണ്ടും. അങ്ങനെ എണ്ണ ചൂടായപ്പോഴേക്കും കടുകിട്ടു. കടുകൊന്ന് പൊട്ടിയപ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വന്നപ്പോൾ 2-3 വറ്റൽ മുളകും ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുത്തു. കൂടെ ക്യാരറ്റ് കൊത്തി അരിഞ്ഞതും പിന്നെ ബീൻസും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളകും ഞാൻ സാധാരണ 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റി വെച്ച ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് റവ മാവ് ചേർത്ത് കൊടുക്കാം. തീലേശം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പുമാവിന്റെ ഏകദേശം രൂപമാവും. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ പൊടിയുപ്പിടാതെ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കി ഒഴിച്ച് റെഡിയാക്കാവുന്നതുമാണ്. അങ്ങനെ ഏകദേശം ഈ ഒരു രീതിയാകുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. തേങ്ങയും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ സംഭവം അടിപൊളിയാണ്. പിന്നെ ഉപ്പുമാവിന്റെ കൂട്ടിന് 2 പപ്പടവും കൂടെ ആയാൽ സംഭവം കലക്കി. അങ്ങനെ ഉപ്പുമാവ് റെഡിയായപ്പോഴേക്കും പണ്ട് മുതലേ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആദ്യം കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉപ്പുമാവിന് 10-10 മാർക്കും കിട്ടി.